ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ഇന്നലെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ജഹറയിൽ 52 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് പല പ്രദേശങ്ങളിലും താപനില 50 ഡിഗ്രിക്ക് മുകളിൽ അനുഭവപ്പെട്ടു. റബിയ, അബ്ദാലി, കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളം എന്നിവിടങ്ങളിൽ 51 ഡിഗ്രി സെൽഷ്യസും നുവൈസീബിൽ 50 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. ബുധനാഴ്ചയും മിതമായ തോതിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം വ്യാഴം മുതൽ ഞായർ വരെ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ധാരാർ അൽ അലി അറിയിച്ചു. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് 3-4 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കുറവ് വരുന്നതിനാണ് സാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബൈയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ച് 21 ബസ് സ്റ്റേഷനുകളിലും 22 മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കി. യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ സംരംഭം. ഇനി മുതൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ വഴി ഇന്റർനെറ്റുമായി ബന്ധം നിലനിർത്താൻ സാധിക്കും. കൂടാതെ ബസ്സുകളിലെയും മറൈൻ ട്രാൻസ്പോർട്ടുകളിലെയും യാത്രകൾ കൂടുതൽ ആസ്വാദ്യകരവും പ്രയോജനകരവുമാക്കിക്കൊണ്ട് ദൈനംദിന യാത്രാനുഭവം മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും ഇത് എടുത്തു കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ചതും സന്തോഷം നിറഞ്ഞതുമായ നഗരങ്ങളിലൊന്നായി മാറാനുള്ള ദുബൈയുടെ അഭിലാഷത്തിനും ഈ നീക്കം സഹായകമാകും. 8 രാജ്യങ്ങളിൽ നിന്നും ജീവനുള്ള പക്ഷികളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും ഇറക്കുമതി ഒമാനിൽ നിരോധിച്ചു. കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയമാണ് നിരോധന ഉത്തരവ് ഇറക്കിയത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനം, ലൈബീരിയയിലെ ബോങ് കൗണ്ടി, തുർക്കിയിലെ കൈസേരി പ്രവിശ്യ, തായ്വാനിലെ ചങ്വ, തായ്നാൻ, യുൺലിൻ പ്രവിശ്യകൾ, പോളണ്ടിലെ വാർമിയാൻ, മസൂരിയ, പോമറേനിയ, ഗ്രേറ്റർ പോളണ്ട്, ബ്രസീലിലെ റിയോ ഗ്രാൻഡോ സുൾ, അൽബേനിയയിലെ ഡുറസ്, ഫിലിപ്പീൻസിലെ പാമ്പാങ്ക, കമാരിൻസൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് നിരോധനം. ബന്ധപ്പെട്ട വെറ്റിനറി അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ നിരോധനം തുടരും. അധാർമിക പ്രവർത്തനത്തിലേർപ്പെട്ട വിവിധ രാജ്യക്കാരായ 47 സ്ത്രീകളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 21 ഈജിപ്ഷ്യൻ, 10 ഇറാനികൾ, 8 പാകിസ്ഥാനികൾ, 4 തായ് സ്വദേശിനികൾ, 2 വീതം ഉസ്ബെക്കുകളും മൊറോക്കോക്കാരുമാണ് അറസ്റ്റിലായത്. അതിനിടെ മനുഷ്യക്കടത്തിന് മസ്കറ്റിൽ നിന്നും 3 പേർ പിടിയിലായി. ഇവരിൽ ഒരാൾ ഒമാൻ പൗരനും 2 പേർ ഈജിപ്ഷ്യരുമാണ്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് കമാൻഡിന്റെ സഹകരണത്തോടെ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഓപ്പറേഷൻ നടത്തിയത്. എല്ലാവർക്കുമെതിരെ ആരോപി നിയമ നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ടിറങ്ങി. ഇസ്രായേലിനെ പിന്തുണച്ചും ഇറാന് നേരെ ഭീഷണി ഉയർത്തിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാൻ സമ്പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിലാണെന്നും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാനയി കീഴടങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ തുടർച്ചയായ 5ാം ദിവസവും സ്ഥിതി സ്ഫോടനാത്മകമാണ്. ടെൽ അവീവിലെ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം തകർത്തെന്ന് ഇറാൻ അറിയിച്ചു. അതേസമയം ഇറാന്റെ യുദ്ധകാല സൈനിക മേധാവിയെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടു. ഇറാനിലെ ഏറ്റവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ അലി ഷദ്മാനിയാണ് കൊല്ലപ്പെട്ടത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനയുടെ അടുത്ത സൈനിക ഉപദേഷ്ടാവായ ഷദ്മാനിയെയാണ് കണക്കാക്കുന്നത്. ടെൽ അവീവിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ആസ്ഥാനവും മൊസാദ് ഓപ്പറേഷൻസ് കേന്ദ്രവും തകർത്തതായി IRGC പ്രസ്താവനയിൽ അറിയിച്ചു. ടെൽ അവീവിൽ നിന്നുള്ളതെന്ന് അവകാശപ്പെടുന്ന കെട്ടിടങ്ങളിൽ നിന്നും പുകയും തീയും ഉയരുന്ന ചിത്രം IRGC സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ IRIBയുടെ ഓഫീസിന് നേരെ തിങ്കളാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിലുള്ള പ്രതികാരമാണിതെന്ന് IDF വ്യക്തമാക്കി. ഇറാനിലെ പടിഞ്ഞാറൻ മധ്യ പ്രവിശ്യകളിൽ ഇന്നലെ വ്യാപക ആക്രമണമുണ്ടായി. ഇന്നലെ രാവിലെ രാജ്യത്തെ ലക്ഷ്യമിട്ട് 20 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചെന്നും ചിലത് രാജ്യത്തിന്റെ മധ്യഭാഗത്തെ നഗരങ്ങളിൽ പതിച്ചെന്നും ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇസ്രായേലിന്റെ മറ്റൊരു F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും ഇറാൻ അറിയിച്ചു. സംഘർഷം ആരംഭിച്ച ശേഷം ഇറാൻ തകർത്ത 4ാമത്തെ F-35 വിമാനമാണിത്.
ഇസ്രായേലിന്റെ 28 ആക്രമണ വിമാനങ്ങൾ ഇന്നലെ തകർത്തുവെന്നാണ് ഇറാൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ 3 ഇറാനിയൻ റെഡ് ക്രസന്റ് പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 224 സാധാരണക്കാരും 109 സൈനികരും കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരിച്ച കണക്ക്. ഇറാൻ മരണസംഖ്യ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ ആക്രമണത്തിൽ 24 പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ രൂപം കൊള്ളുന്ന അപകടകരമായ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ നയതന്ത്ര ഇടപെടൽ ഒമാൻ ശക്തമാക്കി. രാജ്യത്ത് നിലവിൽ പ്രചരിക്കുന്ന തട്ടിപ്പ് സന്ദേശത്തിൽ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ളതാണെന്ന വ്യാജേനയാണ് സന്ദേശം വരുന്നത്. വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പിന്റെ ഭാഗമായാണ് ഇത്തരം സന്ദേശങ്ങളെന്ന് ആരോപി മുന്നറിയിപ്പ് നൽകി. ഫോണിൽ വരുന്ന സന്ദേശം അപ്പാടെ വിശ്വസിക്കാതെ ഔദ്യോഗിക ചാനലുകളിലൂടെ വിവരങ്ങൾ സ്ഥിരീകരിക്കണമെന്നും പൊതുജനങ്ങളോട് ആരോപി അഭ്യർത്ഥിച്ചു. അനധികൃത കക്ഷികൾക്കോ സംശയാസ്പദ സ്രോതസ്സുകൾക്കോ ഒരിക്കലും വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ കൈമാറരുതെന്നും ആരോപി ഓർമ്മിപ്പിച്ചു. അമ്രാത്തിൽ നിന്നും 20 കിലോ മയക്കുമരുന്നുമായി 2 പ്രവാസികൾ പിടിയിലായി. സുഡാൻ, ഈജിപ്ത് പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഫോർ കോമ്പാക്ടിംഗ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം പിടികൂടിയത്. 20 കിലോയിലേറെ ക്രിസ്റ്റൽ മെറ്റും ഹാഷിഷുമാണ് പിടികൂടിയത്. മയക്കുമരുന്ന് രാജ്യത്ത് വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. യുഎഇയിലെ വിമാനത്താവളങ്ങളിൽ അടിയന്തര പ്രതികരണ പദ്ധതി സജ്ജമാക്കി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ സംഘർഷം കാരണം നിരവധി രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചത് യാത്രാ റൂട്ടുകളെയും സമയക്രമങ്ങളെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട് കുടുങ്ങിപ്പോയ യാത്രക്കാർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫീൽഡ് ടീമുകളെ നിയോഗിച്ചുകൊണ്ട് യുഎഇ പ്രവർത്തിക്കും. രാജ്യത്തെ വിമാനത്താവളങ്ങൾ വഴി യാത്രക്കാരുടെ എളുപ്പമായ സഞ്ചാരം നിലനിർത്താൻ സമഗ്രമായ ബിസിനസ് തുടർച്ചാ പദ്ധതി ആരംഭിച്ചതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വിഭാഗം വ്യക്തമാക്കി. സീബ് വിലായത്തിൽ നിന്നും ആഭരണവും വൻതോതിൽ പണവും മോഷ്ടിക്കാൻ ശ്രമിച്ച വീട്ടുജോലിക്കാരി അടക്കം അറസ്റ്റിലായി. 2 പാകിസ്ഥാൻ പൗരന്മാരും ഫിലിപ്പീനി വീട്ടുജോലിക്കാരിയുമാണ് അറസ്റ്റിലായത്. മസ്കറ്റ് ഗവർണറേറ്റിലെ പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത്. പണവും ആഭരണങ്ങളും കൈവശം വെച്ച നിലയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നോർത്ത് ഷെർക്കിയയിലെ അൽ മുദൈബിയയിൽ മുന്തിരി ഫെസ്റ്റിവൽ ആരംഭിച്ചു. 2ാം പതിപ്പാണിത്. 2023 ആദ്യമായി ഫെസ്റ്റിവൽ നടത്തുമ്പോൾ 8 ഏക്കർ മുന്തിരിത്തോട്ടമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് അത് 238% വർദ്ധിച്ച് 27 ഏക്കറായിട്ടുണ്ട്. കൃഷിമന്ത്രി ഡോക്ടർ സൗദ് ഹമൂദ് അൽ ഹബ്സിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ.